राम जन्मभूमि मंदिर की तरफ पहुंच रहे हैं। हाथों में तिरंगा थामे हुए हमारे एक एक नागरिक भगवान श्री राम की इस धरती पर जो अपार जनज्वार उमड़ा है, प्रधानमंत्री नरेंद्र मोदी के स्वागत के लिए पुष्प वर्षा हो रही है और हाथों में तिरंगा थामे भारत भारतीयता के प्रतीक के रूप में प्रधानमंत्री नरेंद्र मोदी का स्वागत, अभिनंदन, वंदन। അങ്ങനെ ഇന്നത്തെ അയോധ്യയിലെ മോദിജിയുടെ റോഡ് ഷോയും ഫോട്ടോഷൂട്ടും കഴിഞ്ഞിട്ടുണ്ട്. സോറി കേട്ടോ, റോഡ് ഷോയും ഫോട്ടോഷൂട്ടും അല്ല, അയോധ്യ ക്ഷേത്രത്തിലെ ധ്വജാരോഹണം കഴിഞ്ഞിട്ടുണ്ട്. ധ്വജപ്രണാമം അല്ല കേട്ടോ, ധ്വജപ്രണാമം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം എന്നൊക്കെ കേട്ടത്. അതുകൊണ്ട് ധ്വജാരോഹണം കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ കാവിപ്പതാക ഉണ്ടല്ലോ, കാവിക്കൊടി, അത് പൊക്കിയിട്ടുണ്ട്. ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ പരിപാടിക്ക് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു 2 കിലോമീറ്റർ റോഡ് ഷോയും 4 ഫോട്ടോഷൂട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ പരിപാടി ഇല്ലാണ്ട് എവിടെ പോയാലും ഒരു എഫക്റ്റ് കിട്ടുന്നില്ല. അതുകൊണ്ട് ആത്മീയതയും മറ്റ് എന്താ പറയുക മതവും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഏത് പരിപാടിക്ക് പോയാലും ഞാൻ 2 ഫോട്ടോഷൂട്ടും അതല്ലെങ്കിൽ ഒരു റോഡ് ഷോയും നിർബന്ധമാണ്. മുഖിലേ റോഡ് ഷോ ഇല്ലാത്ത ഒരു പരിപാടി നമ്മുടെ മോദിജിക്കില്ല. അതുകൊണ്ട് ആദ്യം അതങ്ങോട്ട് കഴിച്ചു. അതാണ്, അതുകൊണ്ടാണ് ഞാൻ അറിയാണ്ട് റോഡ് ഷോ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു പോയി. സത്യത്തിൽ അതല്ല നമ്മുടെ നടന്നത് കൊടിപൊക്കലാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതായാലും പള്ളിപ്പറമ്പിലെ രാമനെ വീണ്ടും നമ്മൾ കൊടി പൊക്കിയിട്ടും കൂടെ നമ്മൾ അവിടുത്തെ പ്രതിഷ്ഠ ഓൾറെഡി കഴിഞ്ഞു. ഇനി കൊടി പൊക്കിയ പരിപാടി ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം. സംഘർഷകാലത്തെ ഓർമ്മപ്പെടുത്തി പതിറ്റാണ്ടുകളുടെ മുറിവ് ഉണങ്ങുകയാണെന്നും പറഞ്ഞു. ये धर्म ध्वज संदेश देगा पीड़ा परेशानी से मुक्ति, समाज में शांति और सुख हो। ये धर्म ध्वज हमें संकल्पित करेगा, नहीं दरिद्र को दुखी न दीना. നൂറ്റാണ്ടുകളുടെ മുറിവാണ് ഉണങ്ങിയത് എന്നാണ് ഇന്നത്തെ പ്രസംഗത്തിൽ നമ്മുടെ മോദിജി പറഞ്ഞത്. അതായത് നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ ഹിന്ദുക്കൾക്ക്, അങ്ങനെ പറയണോ, അങ്ങനെ പറയാം, അതാണല്ലോ ഇപ്പോൾ എൻ്റെ ഒരു ബേസ്. ഹിന്ദുക്കൾക്ക് ഉണ്ടായിരുന്നൊരു മുറിവായിരുന്നു അയോധ്യ ക്ഷേത്രം, അല്ല അയോധ്യയിലെ ബാബരി മസ്ജിദ്. അത് നമ്മൾ 1990-92 കാലഘട്ടങ്ങളിൽ നമ്മളത് പൊളിച്ചതിന് ശേഷം നമ്മളവിടെ നല്ല അടിപൊളിയായിട്ടൊരു അമ്പലം പണിതു. അങ്ങനെ പള്ളിപ്പറമ്പിൽ നമ്മൾ രാമനെ പ്രതിഷ്ഠിച്ച കഥ അതോടുകൂടി ആ ഒരു മുറിവ് അങ്ങോട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത മുറിവ് കാശിയിലും മറ്റേ എന്താ പറയുക മധുര കാശിയൊക്കെ ബാക്കി ഹേ മേരി ദോസ്ത് എന്ന് പറഞ്ഞ പോലെ അതൊക്കെ ഉണ്ട്. ഞാൻ മുറിവൊക്കെ എന്നാണോ ഉണക്കുക എന്ന് അറിയാൻ പറ്റില്ല. അടുത്ത ഇലക്ഷന് മുമ്പായിട്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഓരോ മുറിവുകൾ ഉണക്കും എന്ന് കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദു മഹാസഭ എന്തായിരുന്നു സനാതന ധർമ്മം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറേ എന്താ പറയുക ഈ ഇവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ആ അവന്മാരുടെ ഒരുത്തൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം പറഞ്ഞു. ആ പ്രസംഗം അങ്ങനെ ആയിരുന്നു. याद करो 92 में हमारे पूर्वज गए थे अयोध्या, उसके बाद हमें राम मंदिर मिला है. जय श्री राम, जय श्री राम, हर हर महादेव. कौन कौन चाहता है मथुरा की तरफ चलना चाहिए? इस बार नहीं, लेकिन वो दिन दूर भी नहीं जब हम या वृंदावन से या कहीं से भी जब 1 और 1 11 हो जाते हैं ना, तो याद रखे सनातन की विजय को कोई नहीं रोक सकता. वो विजय होगी होगी होगी. हमें कृष्ण जन्मभूमि का मंदिर मिलेगा. കണ്ടില്ലേ, പണ്ട് നമ്മൾ ഇതേപോലെ നമ്മുടെ LK അദ്വാനിയുടെ നേതൃത്വത്തിൽ ഒരു പരിപാടി നടത്തി. ഇനി അടുത്തത് നമ്മൾ എപ്പോഴാണെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. അടുത്ത് തന്നെ നമ്മൾ അടുത്ത മുറിവ് ഉണങ്ങാനും ഇറങ്ങും. അന്നും നമ്മൾ ഇതുപോലെ അവിടുത്തെ പള്ളി പൊളിച്ചിട്ട് നമ്മൾ അവിടെ ഒരു മഹാദേവ ക്ഷേത്രമോ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രമൊക്കെ പണിയും. ആ പണിതതിനു ശേഷം നമ്മുടെ പ്രധാനമന്ത്രി അന്ന് അടുത്ത മുറിവ് ഉണങ്ങി എന്ന് പറയാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം അതും നമ്മൾ കണ്ടു തന്നെ പോകണം. അപ്പം എവിടെ ചെന്ന് കഴിഞ്ഞാലും മുറിവുണങ്ങണ വർത്താനം, ഇതേപോലത്തെ എന്തെങ്കിലും വർത്താനം മോദിജിക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ കൂടിയിട്ടുള്ള സംഘിക്കൂട്ടങ്ങൾക്ക് ഒരു എഫക്റ്റ് വരില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വർത്താനം എവിടെ ചെന്നാലും മോദിജി പറഞ്ഞു പോകുന്നത്. ഇങ്ങനെ
ഇങ്ങനെ ഒരുപാട് മുറിവ് നമ്മുടെ മോദിജി ഉണക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ മുറിവൊക്കെ ഉണങ്ങുമ്പോഴേക്കും ഇപ്പുറത്ത് മുറി കിട്ടിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലങ്ങോട്ട് വിചാരിച്ചോ, ഇതുപോലെ പല മുറിവുകളും ഞങ്ങൾ ഉണക്കിക്കൊണ്ടിരിക്കും. ആ സമയത്ത് നിൻ്റെയൊക്കെ തലമണ്ട പൊളിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വെറുതെ ഇതിൻ്റെ ഇടയിൽ തലയിടാൻ വരണ്ട. തലയിടാൻ വന്ന ബുൾഡോസർ വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ വാള് വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിൻ്റെയൊക്കെ വീട്ടിലെ ഗർഭിണികളെയും പെണ്ണുങ്ങളെയും കുട്ടികളെ വരെ ബലാത്സംഗം ചെയ്തിട്ടാണെങ്കിലും ഞങ്ങളെ മുറിവ് അങ്ങോട്ട് ഉണക്കും എന്നാണ് ഇതിൻ്റെ പിന്നിലുള്ള സത്യം. അതാണല്ലോ പറഞ്ഞത്. ഈ മുറിവ് ഉണങ്ങിയെന്നൊക്കെ പറഞ്ഞാൽ അതാണല്ലോ. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ചില പരാമർശങ്ങളൊക്കെ നമ്മുടെ പ്രധാന സേവകൻ അല്ലെങ്കിൽ നമ്മുടെ വിശ്വഗുരു എന്ന് പറഞ്ഞിരുന്നിട്ടോ. പിന്നെ വിശ്വഗുരു ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് നമ്മൾ തുടക്കം പറഞ്ഞ പോലെ ഈ റോഡ് ഷോ ഇല്ലാത്തൊരു പരിപാടിയില്ല. പരിപാടി രാഷ്ട്രീയവൽക്കരിക്കുന്നതല്ല, എങ്കിലും നമ്മൾ റോഡ് ഷോ നമ്മൾ കാണിക്കും. പക്ഷേ റോഡ് ഷോക്ക് എന്തോ പണ്ടത്തെ പോലെ ആൾ കുറവായിരുന്നു. ആൾ കുറവാനുള്ള കാരണം പറഞ്ഞിട്ടുള്ളത് ഈ പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്ത ആളുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഇൻവൈറ്റ് ചെയ്ത ആളുകളിൽ 2 കോടിയുടെ മേലെ സംഭാവന കൊടുത്ത ആളുകൾ മാത്രമേ ഈ പരിപാടിക്ക് ഇൻവൈറ്റീസ് ആയിട്ടുള്ളൂ എന്ന് ഒരു വാർത്തയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർക്ക് ഇങ്ങനെ റോഡ് ഷോ ഒക്കെ കാണും പറഞ്ഞ് ഈ വഴിയിൽ ഈ വെയിലത്തൊക്കെ വന്നിട്ട് ഇയാൾ ഇങ്ങനെ ടാറ്റ കൊടുക്കുമ്പോൾ ടാറ്റയും കൊടുത്ത് പോകുന്നതിൽ വലിയ താല്പര്യമൊന്നും കാണില്ല. അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാർ ഒരുപാട് റോഡ് ഷോയിലോട്ട് ഇറങ്ങി നിന്നിട്ടില്ല എന്നാണ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ റോഡ് ഷോയും ഈ ഫോട്ടോഷൂട്ടൊന്നും ഇല്ലാണ്ട് നമ്മുടെ മോദിജിനെ കൊണ്ട് പറ്റൂല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ G20 ഉച്ചകോടിക്ക് പോയിട്ട് നമ്മുടെ മോദിജിയുടെ നാവ് അനങ്ങിയിട്ടില്ലെങ്കിലും വിരൽ ഭയങ്കരമായിട്ടുള്ള അനക്കമായിരുന്നു. ആ അനക്കത്തിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞത് ഏത് ആക്ഷനിൽ വിരൽ വെക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ സംഘി കുഞ്ഞുങ്ങൾ അത് ഫോട്ടോ എടുത്തിട്ട് കണ്ടോ മോദിജി പറഞ്ഞതാണ് അവിടുത്തെ വാക്യം. നിങ്ങൾ ആ വീഡിയോ കണ്ട് നോക്കുക. മോദിജി ആദ്യം കൈ ഇങ്ങനെ വെക്കും, വിരൽ ഇങ്ങനെ വെക്കും, വിരൽ മൂക്കിലിട്ട് നോക്കും, വിരൽ തൊള്ളയിലിട്ട് നോക്കും, വിരൽ ചെവിയിലിട്ട് നോക്കും. ഏതാണ് ഏറ്റവും ബെസ്റ്റ് പോസ് അത് ക്യാമറാമാൻ എടുത്തോളൂ. എടുത്തു കഴിഞ്ഞാൽ മോദിജിയുടെ പോസ്റ്റ് പേജിലും ബാക്കി നമ്മുടെ ഗോദി മീഡിയകളിലൊക്കെ നടുവിൽ തന്നെ മോദിജി ഉണ്ട്. മോദിജി അവരെ പറഞ്ഞ് മനസ്സിലാക്കാണ്. പക്ഷേ വീഡിയോ മൊത്തം കാണുന്ന ആൾക്കാർക്ക് മോദിജി വാ തുറന്നിട്ടില്ല. വാ തുറന്നിട്ട് കാര്യമില്ല, ഇയാൾക്ക് മിണ്ടാൻ അറിയില്ല. അവർ കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ മോദിജി ഇങ്ങനെ കൈ വെക്കും, മോദിജി ഇങ്ങനെ കൈ വെക്കും, മോദിജി ഇങ്ങനെ കൈ ചൂണ്ടും, ഫോട്ടോസൊക്കെ എടുക്കും. ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ വർത്താനം അവിടെ തീരും. മോദിജിയുടെ വാ തുറന്നിട്ടില്ല. ശ്രദ്ധിച്ചു നോക്കണം, മോദിജി മിണ്ടിയിട്ടില്ല. ഈ പറഞ്ഞ ആളുകൾ മാത്രം സംസാരിക്കുന്നത്. അല്ലെങ്കിലും 4ാം ക്ലാസ്സും ഗുസ്തിക്കാരനും എന്ത് മനസ്സിലാവാൻ അതൊക്കെ. ഈ MA ഹിസ്റ്ററിയും അതുപോലെ തന്നെ MA പൊളിറ്റിക്കൽ സയൻസും ഒക്കെ അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ്. നമുക്കും ഒരേ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നുമില്ല. ഫോട്ടോഷൂട്ട് കറക്റ്റ് ആവണമെങ്കിൽ കൈയൊക്കെ ഇങ്ങനെയൊക്കെ വരേണ്ടി വരും. അപ്പോൾ അതൊക്കെ വേണ്ട പോലെ എടുത്ത് വെച്ചോളണം. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ അയോധ്യയിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള അമ്പലമാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ആ അമ്പലം ഉണ്ടാക്കിയെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ലോക്സഭാ ഇലക്ഷനിൽ 8 നിലയിൽ അയോധ്യയിൽ പൊട്ടിയതായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരെ കൂട്ടത്തിൽ അയോധ്യ അമ്പലം നിൽക്കുന്ന സ്ഥലത്തെ അവിടുത്തെ മെമ്പർ ഓഫ് പാർലമെന്റ് MP-നെ ക്ഷണിച്ചിട്ടില്ല. ക്ഷണിച്ചു കഴിഞ്ഞാൽ കാരണം ഈ അമ്പലം ഉണ്ടാക്കിയിട്ടും അവിടുത്തെ ആൾക്കാർ അല്ലെങ്കിൽ അവിടെ വിവരമുള്ള സംഘിക്കുഞ്ഞുങ്ങൾ കുറവായതുകൊണ്ട് അവിടെ വിവരമുള്ള ആളുകൾ വീണ്ടും ഈ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് തന്നെ വോട്ട് ചെയ്ത് സമാജ്വാദ് പാർട്ടിയുടെ ആളുടെ പേരെന്തായിരുന്നു, MP-യുടെ പേര് അവധേഷ് പ്രസാദ്, കറക്റ്റ്, അവധേഷ് പ്രസാദിനെ തന്നെ ജയിപ്പിച്ചു. അപ്പോൾ ഇത്രയും വലിയൊരു പരിപാടി നടത്തിയപ്പം ഇയാളെ ക്ഷണിച്ചത് പോലുമില്ല. ക്ഷണിച്ചു കഴിഞ്ഞാൽ മോദിജിയുടെ മുഖത്തടി കിട്ടിയ പോലെ ആണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പുള്ളിനെ ക്ഷണിച്ചിട്ടില്ല. പിന്നെ ഇതിൽ ക്ഷണിക്കാത്ത ചില ആളുകളുടെ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതായത് ജഗദ്ഗുരു രാം ഭദ്രാചാര്യ മോദിജിയുടെ വലിയ ഫ്രണ്ടൊക്കെ ആയിരുന്നു. കാരണം പുള്ളിനെ ഏതായാലും ഈ പരിപാടിയിൽ നിന്ന് പ്രധാനമന്ത്രി ഒഴിവാക്കിയിട്ടുണ്ട്. എന്താണ് കാര്യം എന്നറിയില്ല. ഏതായാലും പുള്ളിനെ ക്ഷണിക്കാതെ വിട്ടിട്ടുണ്ട്. പുള്ളി അതിനുള്ള അതൃപ്തി അറിയിച്ചിട്ടുമുണ്ട്. പിന്നെ ക്ഷണിക്കപ്പെടാത്ത മറ്റ് വലിയ ആളുകളാണ് ഈ ശങ്കരാചാര്യ അവിമുക്താനന്ദ സരസ്വതി, അതെ, ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദ സരസ്വതി, പുള്ളി ഇനിയും ഒഴിവാക്കിയിട്ടുണ്ട് ധ്വജാരോഹണത്തിൽ നിന്ന്. ഈ രണ്ടുപേരാണ് ഇപ്പം അല്ലെങ്കിൽ ഹിന്ദു പുരോഹിതന്മാരും അല്ലെങ്കിൽ ആ രീതിയിൽ സന്യാസിമാരുടെ കൂട്ടത്തിൽ ഇപ്പം ഈ ലോകത്ത് തന്നെ ഏറ്റവും ഹയസ്റ്റിൽ നിൽക്കുന്ന 2 പേര്. ഇവരൊക്കെ ഒഴിവാക്കി നമ്മുടെ പ്രധാനമന്ത്രി മോദിജി വന്നിട്ടാണ് കൊടിവെക്കുന്നതും അല്ലെങ്കിൽ പ്രതിഷ്ഠ ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യിപ്പിക്കുകയുള്ളൂ. എങ്കിലേ BJPക്ക് ഒരു ക്ലച്ച് കിട്ടുമെന്നുള്ള എല്ലാവർക്കും അറിയില്ല. ഇവരൊക്കെ വന്ന് ചെയ്തു പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പക്ഷേ ഇതിൽ വ്യക്തമായിട്ട് ചില ശങ്കരാചാര്യ ഈ പറഞ്ഞ അവിമുക്താശ്വരാനന്ദ സരസ്വതി പുള്ളി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതൊക്കെ വെറും കാട്ടിക്കൂട്ടൽ മാത്രമാണ്. ഇത് ചെയ്തത് ശുദ്ധ മണ്ടത്തരമെന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളി അത് പറയാനുള്ള ചില കാരണങ്ങൾ ക്ഷേത്രത്തിലെ പാരമ്പര്യം കൊടി മാറ്റുന്നതാണ്. അതായത് ഈ പരിപാടിയാണ് എന്നും, അല്ലാതെ ചടങ്ങ് പോലെ കൊടി താഴെ നിന്ന് മേലോട്ട് ഉയർത്തുന്ന രീതിയല്ലെന്നാണ് പുള്ളി പറഞ്ഞത്. കൊടി മാറ്റുന്നതാണ്, അല്ലാതെ താഴത്ത് നിന്ന് കൊടി പൊക്കുന്നതല്ല ഒരു ക്ഷേത്രത്തിന്റെ ആചാരം എന്നാണ് പുള്ളിയുടെ ആദ്യത്തെ ഒരു ആരോഹണം. പിന്നെ പുള്ളി പറഞ്ഞത് ദിവസവും കൊടി മാറ്റുന്ന പുരിയിലെ ജഗന്നാഥ ക്ഷേത്രവും ദ്വാരകാ ക്ഷേത്രവും അദ്ദേഹം ഉദാഹരണമായിട്ട് ചൂണ്ടിക്കണം. അവിടെ ഡെയിലി നടക്കുന്ന കാര്യമാണിത്. അതുമാത്രമല്ല, കൊടി താഴെ നിന്ന് സാവധാനം മുകളിലേക്ക് കൊണ്ടുപോകുന്നത് ദേശീയ പതാകയുടെ രീതിയാണ്.
അല്ലാതെ ക്ഷേത്രത്തിൻ്റെ കൊടിയുടെ പാരമ്പര്യമൊന്നുമല്ല എന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അതിനു പുറമെ ക്ഷേത്ര ഗോപുരത്തിൻ്റെ പ്രതിഷ്ഠ നടത്താതെ ധ്വജാരോഹണം നടത്തുന്നത് ശാസ്ത്രപരമായിട്ട് ശരിയല്ലെന്നുമാണ് പുള്ളി അടുത്തതായിട്ട് വിമർശിച്ചത്. അപ്പം ഇതിൻ്റെ മൊത്തത്തിലൊരു ആകെ തുക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മോദിജിക്കും അതുപോലെ തന്നെ BJPക്കും ഒരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തളർന്നു നിൽക്കുന്ന സമയമാണ്. SIR സൈഡിൽ നടക്കുന്നുണ്ട്, ഒരു സൈഡിൽ കൂട്ട വോട്ട് കട്ടിങ്ങും വെട്ടിങ്ങും മുട്ടിങ്ങും ഒക്കെ നമ്മുടെ സെലക്ഷൻ കമ്മീഷൻ നടത്തി കൊടുക്കുന്നുണ്ട്. ഒക്കെ പ്രശ്നം നാട്ടിൽ രാജ്യത്ത് മൊത്തം അതിൻ്റെ സംസാരങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളുള്ളപ്പം നമുക്കൊരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പരിപാടി മാത്രമാണ് ഈ അയോധ്യയിൽ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളതാണ് സത്യത്തിൽ ഈ പറഞ്ഞ സ്വാമിമാരും സന്യാസിമാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അവരുടെ ഇഷ്ടം, നമ്മളിപ്പോൾ തലയിടാൻ പോയിട്ടൊന്നും കാര്യമില്ല. ഇതാണ് ഈ ദിവസം ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറഞ്ഞത്. ഏതായാലും കൊള്ളാം, ഫോട്ടോഷൂട്ടൊക്കെ നടന്നു, റോഡ് ഷോ നടന്നു, കൂട്ടത്തിൽ നമ്മൾ കൊടി പൊക്കിയിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇനി വേറെ എവിടെയൊക്കെ മുറിവ് ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ എന്താ പറയുക ചങ്കി കുഞ്ഞുങ്ങളെ ഇറക്കി വിടും എന്നുള്ളതൊക്കെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും കാലങ്ങളിലുമായിട്ട് കണ്ടു തന്നെ നമുക്കറിയാം.